വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുതിച്ചുകയറി സ്വർണ്ണവില. ഇന്ന് ഒറ്റയടിക്കുണ്ടായത് 10,000-ലേറെ രൂപയുടെ വർധന. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 1,275 രൂപയുടെ വർധനവാണ് ഒറ്റയടിക്കുണ്ടായിരിക്കുന്നത്. പവന് 10,200 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്ന് 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 1,23,220 രൂപയായി. നിലവിൽ ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണവിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു. 1,09,400 രൂപയായിരുന്നു 1 പവന്റെ വില. വെള്ളി വിലയും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 3,200 രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 6 പേരുടെ മരണവാർത്ത കേട്ട് കണ്ണീരണിഞ്ഞു മലപ്പുറം. മഞ്ചേരി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരട്ട ദുരന്തത്തിൽ കണ്ണീരണിഞ്ഞു ജില്ല. പൂക്കോട്ടൂരിൽ 2 കുരുന്നുകൾ തോട്ടിൽ വീണു മരിച്ചതിനു പിന്നാലെയാണ് മിന്നലേറ്റ് 4 പേരുടെ മരണവാർത്ത ഞെട്ടലായത്. ചൊവ്വ ഉച്ചയോടെയാണ് പൂക്കോട്ടൂരിൽ കുരുന്നുകളായ ആദിർ ഇറാഷ്, മുഹമ്മദ് ഫൗസാൻ എന്നിവർ തോട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചേതനയേറ്റ കുട്ടികളുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും മിന്നലേറ്റ് മരിച്ച വെള്ളില റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നീ 4 പേരുടെ മൃതദേഹങ്ങൾ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തി. കളിച്ചും തമാശ പറഞ്ഞും ഒന്നിച്ചുള്ള സന്തോഷത്തിനിടെ ആയിരുന്നു 6 പേരുടെയും ജീവൻ വിധി തട്ടിയെടുത്തത്. പെൺകുട്ടികളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? അവർ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവർ. വിവാദ പരാമർശവുമായി ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി. പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ലെന്നും അവർ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ടവരാണെന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി BJP നേതാവുമായ മിഥിലേഷ് തിവാരി. മന്ത്രിയുടെ വിവാദ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. മന്ത്രിയുടെ പരാമർശത്തിനിടെ ഒരു മാധ്യമ പ്രവർത്തകന് വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ അവകാശമാണെന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ തനിയെ ലഭിച്ചുകൊള്ളുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ്. നിരക്കിന്റെ കാര്യത്തിൽ തീരുമാനം ഇന്ന്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകേണ്ടി വരും. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു വാഹനങ്ങളിൽ നിന്നും പ്രവേശന ഫീസ് പിരിക്കാൻ മൂന്നാർ പഞ്ചായത്ത് ആലോചിക്കുന്നു. തിരക്കിന്റെ കാര്യങ്ങൾ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമാക്കിയിരിക്കുന്നു പ്രസിഡന്റ് S. വിജയകുമാർ പറഞ്ഞു. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചെലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പഴയ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം പെരിയവര, കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വയ്ക്കുന്നതിനു സഞ്ചികളും നൽകും. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയിൽ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലുപ്പം അനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. നീറ്റ് പരീക്ഷ ക്രമക്കേട്. NDAക്ക് പകരം സംവിധാനം വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ചോദ്യപേപ്പർ ചോർച്ചയിലും റദ്ദാക്കലിലും അതിശക്ത പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീം കോടതി ഇടപെടൽ തേടി മെഡിക്കൽ സംഘടനയായ ഫെയ്മ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫെയ്മയുടെ നീക്കം. അതേസമയം വിഷയത്തിൽ രാജ്യവ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ SFA, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് CBI അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.